ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഫുഡ് അടിക്കാനായിട്ട് ഞാൻ ഹസ്ബൻഡും കൂടി പുറത്ത് പോയേണേ. ഇന്ന് ഒരു നല്ല ആംബിയൻസ് ഉള്ള നല്ല റെസ്റ്റോറൻറ്റിലോട്ടാണ് കേട്ടോ പോകുന്നത്. കുറേ നാളത്തെ ആഗ്രഹം കൂടിയാണ് ഞങ്ങൾക്ക് ആ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് അടിക്കണമെന്നുള്ളത്. തിരുവനന്തപുരത്തുള്ള അൽബാബ എന്നുള്ള റെസ്റ്റോറൻറ്റിലോട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ യൂട്യൂബിലൊക്കെ അൽബാബ എന്ന് പറയുന്ന ഈ റെസ്റ്റോറൻറ്റിനെ പറ്റി കേട്ടിട്ടുണ്ട് കേട്ടോ, പക്ഷേ ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഇന്ന് നമ്മുടെ സ്വപ്നം എന്നതുപോലെ ഈ ഒരു ഫുഡടി ഇന്ന് സഫലമാകാൻ പോവുകയാണ് കേട്ടോ. നമുക്ക് മടുക്കാത്ത ഒരു സംഭവമാണല്ലേ ഫുഡടി. അങ്ങനെ ഞങ്ങൾ ആ റെസ്റ്റോറന്റ് അവിടെ എത്തി കേട്ടോ. റെസ്റ്റോറന്റിൽ രാത്രിയിലേക്ക് വരുമ്പോൾ നല്ല ആംബിയൻസ് ആണ് കേട്ടോ കാണാനായിട്ട്. ഫ്രണ്ടിലൊക്കെ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് നല്ല രസമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറന്റിൽ അകത്ത് കയറിയായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഇവിടെ നിസ്സാറായിട്ടാണെങ്കിൽ മെനു കാർഡൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടുത്തെ സ്റ്റാഫുകളുടെ ഡ്രസ് കോഡ് ആണെങ്കിൽ നല്ല രസമുണ്ട് കേട്ടോ. അറേബ്യൻ ലുക്കിലാണ് കേട്ടോ നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തത് മന്തിയാണ് കേട്ടോ. നിങ്ങൾക്ക് എപ്പോഴും എവിടെ ചെന്നാലും മന്തി എന്നുള്ള ഒരു വിചാരമേ ഉള്ളൂ. ആരെങ്കിലും മന്തി ലവർ ആണെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. പക്ഷെ ഇവിടുത്തെ മന്തിയുടെ മണം നല്ല അപാരമാണോ കേട്ടോ. കൊണ്ടുവച്ചപ്പോൾ തന്നെ മൂക്കിൽ അടിച്ചു കയറുന്നുണ്ട്. ഇനി പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. അവിടുത്തെ സെർവിങ്ങും കാര്യങ്ങളൊക്കെ നല്ല പൊളിയാണ് കേട്ടോ. അവരുടെ എടുത്ത് വെക്കുന്ന നല്ല നീറ്റായിട്ടാണ് എല്ലാം ചെയ്യുന്നത്. അങ്ങനെ മന്തി ഒന്നും ഞങ്ങൾ കഴിക്കാനായിട്ടിരുന്നു കേട്ടോ. നല്ല പൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പറയാതിരിക്കാൻ പറ്റില്ല. ജ്യൂസി ചിക്കൻ ആയിരുന്നു. നല്ല റൈസ് ആണെങ്കിൽ നല്ല വിട്ട് വരുന്ന വിധത്തിലുള്ള നല്ല റൈസ് ആയിരുന്നു കേട്ടോ. മയോണൈസും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ സ്വർഗം മക്കളെ, സ്വർഗം. ഇനി പറയാതെ പോയ ഒരു കാര്യമുണ്ട് കേട്ടോ. അവിടുത്തെ റെസ്റ്റോറന്റിന്റെ ആംബിയൻസ് പൊളിയാണ് കേട്ടോ. നിങ്ങളൊരു മന്തി ലവർ ആണെങ്കിൽ ഉറപ്പായി ഈ റെസ്റ്റോറന്റിൽ വന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഉറപ്പായി ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ 100% ഗ്യാരണ്ടിയാണ് കേട്ടോ. ഓക്കെ, ബൈ.